കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ അടിക്കടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽവേ പാതയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്ന് ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് 10.07 കിലോമീറ്റർ നീളത്തിൽ റെയിൽവേ പാത ഒരുങ്ങുന്നു. അതിൽ 9.02 കിലോമീറ്റർ ദൂരവും തുരങ്കത്തിൽ കൂടിയാണ്. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയാണിത്. 2028 ഇത് പൂർത്തീകരിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയൻ ടണൽ മാതൃകയിൽ ആണ് ഈ റെയിൽപാത നിർമ്മിക്കുന്നത്. വിഴിഞ്ഞത്തു നിന്ന് തുടങ്ങി ഭൂമി അടിയിലൂടെ കട്ടച്ചാൽക്കുഴിക്കും കോട്ടുകാലിനും ഇടയിലൂടെ ആറാലമ്മൂട് വഴി ബാലരാമപുരത്ത് എത്തിച്ചേരുന്ന ഒരു ഭൂഗർഭ റെയിൽവേ പാതയായിരിക്കും ഇത്. വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്ന കൂറ്റൻ കപ്പലുകളിൽ നിന്നുള്ള കണ്ടെയ്നർ 36 മിനിറ്റ് കൊണ്ട് ബാലരാമപുരത്ത് എത്തിക്കാനുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അവിടെ നിന്ന് റെയിൽ മാർഗം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാം. വിഴിഞ്ഞം തുറമുഖം വന്നതോടുകൂടി വിഴിഞ്ഞം, കോവളവും ബാലരാമപുരവും നെയ്യാറ്റിൻകരയും നേമവും ഒക്കെ വൻതോതിലുള്ള വികസന പാതയിലാണ് ഇരിക്കുന്നത്. അവിടെ കൂടെ സഞ്ചരിച്ചാൽ ദിനം പ്രതി മാറ്റങ്ങൾ കാണാനായിട്ട് കഴിയും. കഴക്കൂട്ടം കരോട് ബൈപ്പാസ് കന്യാകുമാരി ഹൈവേയിൽ ബന്ധിപ്പിക്കുന്ന ജോലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് എത്താമെന്നാണ് പറയുന്നത്. കഴക്കൂട്ടം കാസർഗോഡ് പനവേൽ NH66 6 വഴി പാതയുടെ നിർമ്മാണവും നടക്കുന്നു. സിഗ്നലുകളും കട്ടിങ്ങുകളും ഇല്ലാതെ ഈ പാതയിൽ കൂടെ 8 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞാൽ കേരളം വലിയൊരു ലെവലിലേക്ക് പോവും. സമൂലമായ പൊളിച്ചുപണി കേരളത്തിലെ റെയിൽവേ റോഡ് മേഖലയിൽ ഉണ്ടാകും. കാരണം ഒരു ഭൂഗർഭ റെയിൽവേ പാതയൊക്കെ വരിക എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ്. കേരളത്തിൽ വിദേശത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു വികസന പ്രവർത്തനമായിരിക്കും ഇത്.